ശൈശവകാലമൊക്കെ കഴിഞ്ഞാലും സ്ഥിരമായി പാല് കുടിക്കുന്ന ഏക ജീവി ഒരുപക്ഷെ നമ്മൾ മനുഷ്യരായിരിക്കും. അതും മറ്റു ജീവികൾ അവയുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട പാല് നമ്മൾ ചായയായും ഐസ്ക്രീമായും പാൽപ്പായസമായും ഒക്കെയാണ് കഴിക്കുന്നത്. മനുഷ്യൻ ഇങ്ങനെ മറ്റു ജീവികളുടെ പാല് കുടിക്കുന്നതിന് പിന്നിൽ ഒരു പഴയ കഥയുണ്ട്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നതും ആ കഥയാണ്. ഈ കഥ തുടങ്ങുന്നത് ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുൻപാണ്. അന്ന് കാട്ടിൽ വേട്ടയാടി നടന്നിരുന്ന മനുഷ്യൻ പതിയെ നദീതീരങ്ങളിൽ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലെ ടൈഗ്രിസ്, യൂഫ്രട്ടീസ് നദികളുടെ തീരങ്ങളിൽ സ്ഥിരതാമസമാക്കുകയും കൃഷി ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തു. കൂടാതെ ഇറച്ചിക്കും തോലിനും വേണ്ടി പശുവിനെയും ആടിനെയും പോലെയുള്ള മൃഗങ്ങളെയും അവർ തങ്ങളുടെ കൂടെ കൂട്ടി. അതിശൈത്യം പോലെയുള്ള കാലാവസ്ഥകളിൽ കൃഷിയില്ലാതെയാകുമ്പോൾ അവരുടെ വിശപ്പടക്കിയിരുന്നതും ഇത്തരം ജീവികളുടെ മാംസമായിരുന്നു. പക്ഷേ മാംസത്തിനായി എല്ലാ വളർത്തുമൃഗങ്ങളെയും കൊല്ലുക എന്നതും പ്രായോഗികമായ ഒന്നായിരുന്നില്ല. അങ്ങനെ അവയെ കൊല്ലാതെ തന്നെ തങ്ങളുടെ വിശപ്പടക്കുവാൻ വേണ്ടി പാൽ ചുരത്തുന്ന മൃഗങ്ങളുടെ അകിടിൽ കിനിഞ്ഞ പാല് ആ മനുഷ്യർ ആദ്യമായി നുണഞ്ഞു. പക്ഷേ അവിടെയും ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. അന്നത്തെ മനുഷ്യർക്ക് പാല് ദഹിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നായിരുന്നു. പലർക്കും വയറുവേദനയും അസ്വസ്ഥതകളും അനുഭവപ്പെടുമായിരുന്നു. പിന്നീട് കാലക്രമേണയുണ്ടായ ജനിതക മാറ്റങ്ങളിലൂടെയാണ് മനുഷ്യന് പാല് ദഹിക്കാൻ ആരംഭിച്ചത്. പക്ഷേ ഇന്നും ലോകത്ത് 35% ആളുകൾക്ക് മാത്രമേ സ്വാഭാവികമായി പാല് ദഹിക്കൂ. ബാക്കിയുള്ളവർ ലാക്ടോ ഇൻടോളറൻ്റ് ആണ്. അതായത് അവർക്കെന്നും പാല് ദഹിക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. കാലം മാറിയപ്പോൾ ഭൂമിയിലെ പലതരം കാലാവസ്ഥകളിൽ ജീവൻ നിലനിർത്താൻ വേണ്ടി മനുഷ്യൻ പാലിനെ പല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഹിമാലയത്തിൽ യാക്കിൻ്റെ പാൽ, സൈബീരിയയിൽ റെയിൻഡിയറിൻ്റെ പാൽ, മിഡിൽ ഈസ്റ്റിൽ ഒട്ടകത്തിൻ്റെ പാല് പല രോഗങ്ങളുടെയും മരുന്നായിരുന്നു. ഇതൊന്നും കൂടാതെ മധ്യേഷ്യയിലെ നാടോടികൾ കുതിരയുടെ പാൽ ഫെർമെൻ്റ് ചെയ്ത് ഹൂമിസ് എന്ന നേരിയ ലഹരി തരുന്ന ഒരു പാനീയം വരെ ഉണ്ടാക്കി. ഈ പാലിൻ്റെ കഥ അവിടെയും തീരുന്നതല്ല. ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരിയായിരുന്ന ക്ലിയോപാട്ര തൻ്റെ സൗന്ദര്യം നിലനിർത്താൻ വേണ്ടി കഴുതപ്പാലിൽ കുളിച്ചിരുന്നതായും കരുതപ്പെടുന്നു. ഇന്ന് മനുഷ്യന് പാല് ഒരാഹാരം മാത്രമല്ല, സൗന്ദര്യവർദ്ധക വസ്തുവും മരുന്നുകളിലെ ഫില്ലറും ഒക്കെയാണ്. അന്ന് മറ്റൊരു ജീവി അവയുടെ കുഞ്ഞിന് കൊടുക്കേണ്ടിയിരുന്ന പാല് മനുഷ്യൻ അവൻ്റെ ഗതികേട് കൊണ്ട് അതിജീവനത്തിനായി കട്ടെടുത്തതാകാം. നല്ലൊരു പോഷകാഹാരമായതിനാൽ നമ്മളത് ഇന്നും തുടരുന്നു. പക്ഷേ ആരാധനയുടെ പേരിൽ വിഗ്രഹങ്ങളിലും സിനിമാ താരങ്ങളുടെ കട്ടൗട്ടുകളിലുമൊക്കെ പാലഭിഷേകം നടത്തുന്നത് പ്രാകൃതമായ ഒരു ക്രൂരത തന്നെയാണ്.